വിശ്വനാഥ് ആൻഡ് സൺസ്, നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യ ദ വൺ, മമ്മി, മമിത ബൈജു, രാധിക ശരത് കുമാർ, റവീന ചന്ദ്രൻ ഇവരൊക്കെ അഭിനയിച്ച സൂര്യയുടെ വാരിസ് അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. തമിഴ് പ്ലസ് തെലുങ്ക് സീരിയൽ ഇസ് ഈക്വൽ ടു സൂര്യയുടെ വാരിസ്. ഈ തമിഴ് സീരിയൽ ഫാൻസ് അല്ലെങ്കിൽ തെലുങ്ക് സീരിയൽ ഫാൻസ് ആണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്കുള്ള മെഗാ പ്രോമാക്സ് ട്രീറ്റ് ആണ് ഈ പടം. സോ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, വിജയ്ക്ക് വാരിസ് ഉണ്ട് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടാണോ സൂര്യ ഇങ്ങനെ ഒരു വാരിസ് ഇറക്കി വിട്ടത്? ഈ സിനിമയില് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് എനിക്ക് വാരിസ് വേണം, എനിക്ക് വാരിസ് വേണം, എനിക്ക് വാരിസ് വേണം. വെങ്കിയാണ് ഇതിന്റെ ഡയറക്ടർ നല്ല വാരിസ് അങ്ങോട്ട് പണിക്കൊടുത്തു. സോ ഈ സിനിമയുടെ പ്ലോട്ട് നമ്മുടെ ജയറാമേട്ടന്റെ ഒരു പടമുണ്ട്, എന്താണ് സൂര്യപുത്രനാണോ എനിക്ക് ഡയറക്റ്റായിട്ട് പേര് ഓർമ്മയില്ല. അതിൽ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യണം വെച്ചാൽ ഇതിൽ സർഗസി, ബാക്കിയൊക്കെ സെയിം ആണ്. ആള് ഭയങ്കര പൈസക്കാരൻ, ഇതിൽ പൈസക്കാരൻ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് പാരീസ് 2024 ഒളിമ്പിക്സ് ആണ് കാണിക്കുന്നത്. സൂര്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന്. കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിൽ ഓക്കെ, ഏഷ്യൻ ഗെയിംസ് ആണെങ്കിൽ ഓക്കെ, ഇതൊന്നും പോരാത്ര ഒളിമ്പിക്സിൽ തന്നെ പങ്കെടുക്കണം. അതിൽ സിൽവർ ബ്രോൺസ് ഒന്നും പറ്റില്ല, ഗോൾഡ് മെഡൽ അടിക്കണം. ഗോൾഡ് മെഡൽ അടിക്കുകയും ചെയ്യും. പടം മൊത്തം സീരിയൽ വാട, ഇമോഷണൽ തൊള്ള. രാധിക ശരത് കുമാറിന്റെ ഇമോഷണൽ തൊള്ള അൺസഹിക്കപ്പെടും. വാരിസ് വേണം, വാരിസ് വേണം, കല്യാണം കഴിക്കണം. പിന്നെ നമ്മുടെ സറഗേറ്റ് മദറായിട്ട് മമ്മി അങ്ങോട്ട് വരും. പിന്നെ അങ്ങോട്ട് ശുഭം. അയ്യോ, വെറുപ്പിക്കണതിന്റെ പീക്കാണ് മമിത ബൈജു ഇതിൽ കാണിച്ചു തന്നിരിക്കുന്നത്. കൊച്ചിന് മമ്മി എന്ന് വിളിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണോ മമ്മീനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. രാധിക ശരത് കുമാറും അതേപോലെ തന്നെ മമ്മിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് രസമുണ്ട്, ഇല്ല പറയുന്നില്ല. എപ്പോഴൊക്കെ സൂര്യ ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കണോ ഈ കൊച്ചി വിക്രമാദിത്യന്റെ തോളത്തുള്ള വേതാളത്തിനെ പോലെ വരും, വെറുപ്പിച്ചു കൊല്ലും. ഫസ്റ്റ് ഹാഫ് ഫുള്ളി കൊച്ചിന്റെ ക്യൂട്ട്നെസ് മെഴുകലും കോമാളിത്തരമായിരുന്നു. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് യൂഷ്വലി ഇങ്ങനത്തെ സിനിമയിലൊക്കെ നായിക ആയിരിക്കും തട്ടും. അങ്ങനത്തെ ഒരു സീനിന് വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു, അത്രയും വെറുപ്പിച്ചു. ഇടേ ലക്കി ഭാസ്കറിന്റെ ഡയറക്ടറിന്റെ സിനിമയാണ് ഇത് എന്നുള്ളത് എഴുതി വെച്ചോണ്ട് മാത്രമാണ് വിശ്വസിക്കാൻ തോന്നിയത്. ഇതിൽ ഒറ്റ മൊമെന്റിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങേരാണ് ഇജാതി പണ്ണല് പണ്ണി. സിനിമയുടെ ആകെ ഒരു പോസിറ്റീവ് സൂര്യ കിഡു ലുക്കായിരുന്നു. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ കിഡു ലുക്കായിരുന്നു. ആൾക്ക് ഇതൊക്കെ കേക്ക് വാക്ക് പരിപാടി. കോമാളിത്തരത്തിന്റെ പീക്ക് കാണിച്ചിരുന്ന ഒരു ഫസ്റ്റ് ഹാഫും അൺസഹിക്കബിൾ ടോർച്ചർ സെക്കൻഡ് ഹാഫ് ഇസ് ഈക്വൽ ടു സൂര്യയുടെ വാരിസ്. പ്യുവർ ടോർച്ചർ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്.